പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയും മഴ നിന്നിട്ടില്ല. അതുകൊണ്ട് പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കുറെ വീഡിയോ എടുക്കാനുണ്ട്, ചോദ്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുമാതിരി പട്ടി ഉണ്ടാവും, പൂച്ചയുണ്ടാവും, കോഴി ഉണ്ടാവും, താറാവ് ഉണ്ടാവും, പശു ഉണ്ടാവും, ആടുണ്ടാവും, മുയലുണ്ടാവും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അവർക്കെല്ലാം ഈ മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോ പൊട്ട് വീഴാനും അതുപോലെ പൊട്ട് പഴുത്ത് പുഴു ഉണ്ടാവാനുള്ള ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ മഴക്കാലം. അപ്പൊ അതിനെല്ലാം പ്രതിവിധിയായിട്ട് ഞാൻ ചെറിയൊരു ഇല കൊണ്ട്, ഒറ്റയൊരു ഇല കൊണ്ട് അതെല്ലാം പെട്ടെന്ന് ഉണക്കാനും അതുപോലെ പുഴു ഉണ്ടെങ്കിൽ പുഴുവിനെ പാടെ നശിപ്പിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ചിലപ്പോ ഇതുപോലത്തെ ഒരു ഐറ്റം. അപ്പോ നമുക്ക് ആ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ ഈ സംഭവം എൻ്റെ വീട്ടില് എനിക്ക് കുറെ ആട്, കോഴി, പൂച്ച ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അതിനെല്ലാം ഈ സൂക്കേട് വരുന്ന സമയത്ത് ഈ ഒരു സാധനത്തെ കൊണ്ടാണ് അതിൻ്റെ എല്ലാം അസുഖം മാറ്റി കൊടുത്തതും. അതുപോലെ ഇത് പറഞ്ഞു തന്നെ എനിക്ക് ഒരു അമ്മയാണ്, ഒരുപാട് പശുവിനെല്ലാം വളർത്തുന്ന ഒരു അമ്മയാണ് ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ മഴക്കാലം എൻ്റെ വീട്ടിലെ അവസ്ഥ, കൂടെല്ലാം ചെറിയൊരു കൂടായിരുന്നു. അതുപോലെ ആട് ഉണ്ടായിരുന്നു, കോഴി ഉണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു, കിളികൾ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാവർക്കും അസുഖം വരാറുമുണ്ട്. അപ്പോൾ ഈ പൊട്ട് വീണാനുള്ള കാര്യം ആണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതും. പൊട്ട് വീണ് അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, പട്ടിക്കായാലും പശുവിനായാലും പൊട്ട് വീണ് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അവിടെ പുഴുക്കും. ആ പുഴു ഇല്ലാതാക്കാനും ആ പൊട്ട് എത്രയും പെട്ടെന്ന് ഉണക്കാനുള്ള ആ ഒരു ഒറ്റമൂലിയാണ്. പറഞ്ഞു തന്നെ പറയുന്നതല്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആടിനെ വളർത്തിയിട്ട് ആടിന്റെ കാലിന്റെ കുളമ്പിന്റെ ഈ ഗ്യാപ്പിലൊക്കെ പൊട്ട് വീണ് അത് ഈച്ച വരുന്ന ഒരുപാട് പുഴുള്ള അങ്ങനത്തെ ഒരു അവസരത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ആ അസുഖമെല്ലാം മാറ്റിയെടുത്തത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആടിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 6 മാസം കഴിഞ്ഞ കുട്ടിക്ക് ഇതേമാതിരി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ട് പോയിട്ട് മരുന്നെല്ലാം കൊടുക്കുന്നു, എന്നിട്ടും മാറുന്നില്ല. അപ്പോ എനിക്ക് ഈ അമ്മ പറഞ്ഞ തന്നെ ഓർമ്മ വന്നു. ആ ആടിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അപ്പൊ അടുത്ത് പോകുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വായുവിന്റെ ഭാഗം. അപ്പൊ വായില് കൈയിട്ടിട്ട് ഞാൻ മരുന്ന് കൊടുക്കുന്ന സമയത്ത് വല്ലാത്ത സ്മെല്ല്, കൈ മണപ്പിച്ച് നോക്കുമ്പോൾ കൈയും മണക്കുന്നു, ഭയങ്കരമായിട്ട് മണക്കുന്നു. അപ്പൊ ഞാൻ വായ തുറന്നു വെച്ച് നോക്കി. അപ്പൊ വായിന്റെ നാവിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് ഒരു ഹോള് വീണിട്ടു, അതിൻ്റെ അകത്ത് നിറച്ചും പുഴുവും. കണ്ടപ്പോ തന്നെ ഭയങ്കര ടെൻഷൻ, ഷോക്കും ആയിപ്പോയി. അപ്പോ ഈ അമ്മ പറഞ്ഞ ഓർമ്മ വന്നുകൊണ്ട് ഈ ഒരു ഈ മരമാണ്, ഒന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കാണുന്നുണ്ട്, കാണിച്ചു കൊടുത്ത്. ഈ മരം ഉണ്ടല്ലോ, ഇത് നമ്മൾ സീതപ്പഴം എന്നാണ് തോന്നുന്നു മറ്റു ജില്ലകൾ പറയാ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത്, കണ്ണൂർ പറയുന്നത് ആത്തച്ചക്കയാണ്. ആത്തച്ചക്കേന്റെ ഇലയാണ്. ഒന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തേ. ഈ ആത്തച്ചക്കേന്റെ ഇലയുണ്ടല്ലോ, ഒറ്റൊരു ഇല മതി. ഞാനിപ്പോ ഏതായാലും ഒരു 2 പറിക്കുന്നുണ്ട്. കാരണം ഒന്ന് അരച്ചാല് അത് അറിയാൻ ചാൻസ് ഇല്ല. തളിര് ഇലയാണ് ഞാനിപ്പോ പറിക്കുന്നത്. വേറെ ഒന്നും മിക്സ് ചെയ്യാനില്ല, തളിരില. കണ്ട, ഈ തളിരില പറിച്ച് എടുത്തിട്ട് നമ്മൾ അരക്കണം. അരച്ച് കഴിഞ്ഞിട്ട് പുരട്ടി കൊടുക്കുന്ന ആ ഒരു ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോ നമുക്ക് എന്തായാലും കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് അരക്കാൻ പോകാം അല്ലെ. അരച്ചിട്ട് ബാക്കി കാര്യം ചെയ്യേണ്ട കാര്യം അരക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു. ഇപ്പൊ പറിച്ചെടുത്ത് വെറും 2 ഇലയാണ്. ഇത് 2 ഇല നമുക്ക് അരക്കാം. ഇത് ഇവിടെ അമ്മിയുള്ളത് കൊണ്ട്, അമ്മിക്കല്ലുള്ളത് കൊണ്ട് അമ്മിയിൽ നിന്ന് അരക്കുന്നു. പിന്നെ അമ്മി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. നമുക്ക് അരക്കുന്നതെന്ന് കാണാം. അരക്കാണ്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. വെള്ളം ഇത് അരിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് അറിയില്ല, കാരണം 2 ഇലയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും പശുവിനോ ആടിനോ ഇങ്ങനെ പൊട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊന്ന് അരച്ച് വെച്ചാൽ മതി. ഒരു 4-5 ഇല എടുത്തിട്ട് അരച്ച് വെക്കുക. ഈ അമ്മി നമ്മൾ സാധാരണ മറ്റ് ചമ്മന്തിക്ക് ഒന്നിനും എടുക്കാത്തതുകൊണ്ട് ഇതിന്റെ നടുക്കുന്നാണ് കുഴിഞ്ഞു വരുന്നത്. നടുക്കുന്ന കുഴിഞ്ഞു വരുന്നതല്ല, അരഞ്ഞു വരുന്നത് ബുദ്ധിമുട്ടാണ്, നടുക്ക് കുഴിയായതുകൊണ്ട്. പണ്ട് അമ്മക്ക് നമ്മള് ചമ്മന്തി അതുപോലെ തേങ്ങയും മുളകെല്ലാം അരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ശീലത്തില് ഇപ്പം
അരക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് അരവൊക്കെ പഠിച്ചതാ പണ്ട് മുതല്. അപ്പൊ അരവും അതുപോലെ മുറ്റടിക്കലും അലക്കും ഒക്കെ നമുക്ക് ശീലം തന്നെയാണ്. എല്ലാ പണിയും എടുക്കും, വീട്ടിലെ പണി. ഇത് ഇപ്പൊ ഇവിടെ നായി 2 പട്ടി മാത്രമേ ഉള്ളൂ. അപ്പോ അവർക്കും ഇത് തന്നെയാ ചെയ്യാറ്. എന്തെങ്കിലും അങ്ങനെ പുഴു എന്തെങ്കിലും വന്നിട്ടുണ്ട് അവർക്കും ഇത് തന്നെയാ ചെയ്യാറ്. അതുപോലെ തന്നെ കോഴിക്കും ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വൈകിട്ടാകുമ്പോഴേക്കും മാറിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഇവിടുത്തെ ആവശ്യത്തിനല്ല, ഞാനിത് വീഡിയോ ചെയ്യാൻ മാത്രം, വീഡിയോയിൽ കാണിക്കാൻ മാത്രമാണ് ഇതിപ്പോ അരക്കുന്നത്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നീറാ ഇത് വേണ്ട, ഇതിപ്പം നല്ല എന്താ പറയണ്ടത്, പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്തായാലും കുറച്ച് അധികം എടുത്തിട്ട് അരച്ച് വെക്കണം. അരച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാലും മതി. പുറത്ത് വെച്ചിട്ട് അത് ഉണങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഇറ്റിച്ചു കൊടുക്കുക. ഇത് വേണ്ട, ഇതൊന്ന് അടുത്ത് കാണിച്ചേ. ഇതാണ്, കണ്ടില്ലേ? ഈ സാധനം ആ പുഴുവുള്ള ആ ഗ്യാപ്പില്, പുഴുവുള്ള ആ ഹോളില് വെച്ച് കൊടുക്കുക. ഇത്ര വെള്ളം വേണ്ട കേട്ടോ. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇങ്ങനെ അവിടെ വെച്ച് തടവി കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ തന്നെ ആ ഹോളില് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസം നോക്കുക. 2ാമത്തെ ദിവസം എന്തായാലും മാറും. ഒരു ദിവസം ഇപ്പൊ രാവിലെ വെക്കുന്നുണ്ടെങ്കിൽ ഉച്ചക്കും വൈകിട്ടും അങ്ങനെ 3 നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാം മാറിയിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. പുഴുവും ഉണ്ടാവില്ല, ഒരു പണ്ടാരം ഉണ്ടാവില്ല. അപ്പൊ അത്രയും പെട്ടെന്ന് നല്ല ഉഷാറോടുകൂടി അവര് ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ പുഴുവെല്ലാം ഉണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല, അതിനുള്ള താല്പര്യം ഉണ്ടാവില്ല, ഈ വേദനയും ഒക്കെ സഹിച്ചിട്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ചെയ്യുക. ഇതുപോലെ പശുവിനെയും ആടിനെയും കോഴിനെയും എല്ലാം വളർത്തുന്നവർ ഇതേപോലെ ചെയ്യുക. വീട്ടിൽ ആത്തമരം ഉണ്ടെങ്കിൽ ആത്തേന്റെ തളിര് ഇല എടുക്കുക. തളിര് കിട്ടാത്ത സമയം മൂത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഇല എങ്ങനെയായാലും കിട്ടിയിട്ട് അരച്ചെടുത്താൽ മതി. മിക്സിയിലാണെങ്കിലും അമ്മിയിലാണെങ്കിലും ഇങ്ങനെ അരച്ചെടുത്തിട്ട് തടവിയാൽ മതി. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ നിന്ന് വിട പറയുകയാണ്.